ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്നേ കോട്ടയംകാരുടെ സ്പെഷ്യൽ പഴംപൊരിയും ബീഫും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇതൊരു സ്പെഷ്യൽ പഴംപൊരിയാണേ. സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന പോലല്ല, തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കേണ്ടത്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടിയ ഈ ഒരു പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നല്ല ചൂട് ബീഫ് കറിക്കൊപ്പം ഇതൊന്ന് കഴിച്ച് നോക്കണം. കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും മസ്റ്റാണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി നമുക്ക് കണ്ടു നോക്കാവേ. ആദ്യം തന്നെ ഉണ്ടല്ലോ, അരിപ്പൊടി ഒരു ഗ്ലാസ് എടുക്കണം. വറുത്ത അരിപ്പൊടിയാണ്, നമ്മൾ പാക്കറ്റ് അരിപ്പൊടിയില്ലേ, പത്തരിപ്പൊടിയൊക്കെ, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകമില്ലേ, അതൊന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം അരിപ്പൊടി ഒന്ന് നന്നായിട്ട് കുഴച്ച് ഒരു പരുവമുണ്ട്, അതിനുള്ള രീതിയിൽ നമുക്ക് വെള്ളം കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം കുറഞ്ഞും പോവല്ല കൂടിയും പോവല്ല, ഇതിനൊരു പ്രത്യേക കൺസിസ്റ്റൻസി ഉണ്ടേ. അപ്പം നമ്മളിതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത്, ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ഗ്ലാസോളം വെള്ളം എനിക്കിവിടെ ആവശ്യം വന്നിട്ടുണ്ടേ. ഇതുപോലെ നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ച് ഇരിക്കുമല്ലോ. അപ്പോൾ ഇതേപോലെ ഇളക്കി കൊടുത്ത് ഈ ഒരു പാകമാകുമ്പം ഇങ്ങനെ നമ്മൾ എടുത്തൊഴിച്ചിങ്ങനെ വീഴുമ്പോൾ ഇതുപോലെ വീഴണം. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയെ. ഇനി ഇതിൽ വേണ്ട പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം എന്ന് പറയുന്നത് ഇതുപോലെ അധികം പഴുക്കാത്തതായിരിക്കണം. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യുന്നതിൽ കൊണ്ട് തികച്ചും വ്യത്യസ്തത, അതായത് ഇത് ഒരുപാട് കട്ട് ചെയ്യാതെ ഇങ്ങനെ നടുക്ക് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത്യാവശ്യം ഒരു നല്ല കട്ടിക്കാണ് ഈ പഴം ഇരിക്കുന്നത്. അപ്പം ഏത്തപ്പഴം ഇതുപോലെ അധികം ചെനയ്ക്കാത്ത പഴം നോക്കിയെടുത്ത്, അധികം പഴുക്കാത്ത പഴം നോക്കിയെടുത്ത് ഇതുപോലെ നടുവശം ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാവേ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം ഇതുപോലെ പഴം ഒന്ന് നന്നായിട്ട് ആ മാവിലോട്ട് മുക്കിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് പൊരിച്ചെടുക്കുമ്പോഴും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. അധികം പഴുക്കാത്തത് കൊണ്ട് നന്നായിട്ട് നല്ല കട്ടിക്കിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ്, ചെറിയ മധുരത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ, ഇത് മറിച്ച് തിരിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ കളറ് മാറി ഇപ്പോൾ ഉണ്ടല്ലേ, അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് ഒന്ന് ചുമന്ന കളറ് വരണം കേട്ടോ. ഒന്ന് ചുമന്ന് കഴിയുമ്പോൾ വേണം നമ്മളിത് എണ്ണയിൽ നിന്ന് എടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് മൊരാന്നിരിക്കുവേ. ഇത് കണ്ടില്ലേ, ഇതുപോലൊന്ന് ചുമന്ന് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നല്ല ചൂടോടുകൂടി, അത്യാവശ്യം നല്ല ചൂടോടുകൂടി നല്ല ക്രിസ്പി ആയിട്ട് വേണം കഴിക്കാൻ തന്നെ, എന്നാലാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് നല്ല ചൂട് ബീഫ് കറിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ചൂട് ബീഫ് കറിയും പഴംപൊരിയും, ഇതാണ് കേട്ടോ കോട്ടയംകാരുടെ സ്പെഷ്യലായിട്ടുള്ള പഴംപൊരിയും ബീഫും. ഇതിൻ്റെ കൂടെ നല്ലൊരു കട്ടൻ ചായയും, നല്ല കോമ്പിനേഷനാണ്. ഇതൊന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും